ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വാനടിക്കുത്തിൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മിക്കവരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കാണുന്ന അവസ്ഥയിലാണ് വെള്ളമുള്ളത്. പിന്നെ ഇങ്ങോട്ട് വണ്ടി കൊണ്ട് പോകാൻ നോക്കരുത്. ഓഫ് റൈഡ്, നല്ല കട്ട് ഓഫ് റൈഡാണ്. പിന്നെ വെള്ളം തീരെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ചില്ല് ചെയ്യാവുന്നതാണ്. ഞാൻ 24-ാം തീയതിയാണ് പോയത്. അടിപൊളി കാഴ്ചകളൊക്കെയാണ്. നമ്മുടെ നെക്സ്റ്റ് ഫീലിംഗ് വരുന്നത് മീൻപിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വെള്ളമില്ലെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട, പക്ഷേ സേഫാണ്. അത്യാവശ്യം അടിച്ചു പൊളിച്ചിട്ട് പോകാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ടൈം ആണോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങൾ ആനയുടെ കുതിരയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങൾ വണ്ണപ്പുറക്കാരാണെങ്കിലും ആദ്യമായിട്ട് വരുന്നതാണ്. ഇത് പ്രകൃതി നല്ല മനോഹരമായിട്ടും നല്ല പുറത്തുനിന്നുള്ള ഞങ്ങൾക്ക് നമുക്കായാലും ഇത് നല്ല ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സ്ഥലമാണ്. അപകടങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയേറിയ സ്ഥലം. ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം എന്റെ പൊന്നു ചേട്ടായി. എങ്ങനെയുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം? ഫസ്റ്റ് ടൈം ആണോ നീ വന്നിട്ടില്ല? അതെ, ഇറങ്ങി കുളി കഴിഞ്ഞാ ഇഷ്ടപ്പെട്ടു? ഓക്കെ, എവിടെ നിന്ന് വരുന്നേ? ഓ, കൊച്ചിന്ന് ഇങ്ങോട്ടേക്ക് തന്നെ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോണു. ഓക്കെ, ആനടുക്കത്തിലെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം വന്നേ? ഇഷ്ടപ്പെട്ടു? വെള്ളം കുറവാണെങ്കിൽ എൻജോയ് ചെയ്തു. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫുഡും കിട്ടും. പിന്നെ അത്യാവശ്യം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ളൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം സുലേട്ടൻ്റെ കടയാണ്. ഇതാ ആൾക്കാർ പാറപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ദേശീയപാതയുടെ ഒരു പണി നടക്കുന്നതുകൊണ്ട് ദേ ഇങ്ങോട്ടുള്ള വഴി ദുർഘടം പിടിച്ച അവസ്ഥയാണ്. സോ ആരും വണ്ടിയും കൊണ്ട് മേളിൽ കയറി പോകാൻ നോക്കണ്ട. ഇപ്പം നേരെ ജീപ്പ് സവാരി എടുക്കുക, വിട്ടു പോവുക, കാണാൻ.